കൊച്ചിയിലെ താന്തോന്നിത്തുരുത്ത് നിവാസികൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തെ തുടർന്നാണ് തീരുമാനം. താന്തോന്നിത്തുരുത്തിൽ ഔട്ടർ ബണ്ട് വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം. കൊച്ചി താന്തോണിത്തുരുത്തിലെ വീടുകളിൽ വേലിയേറ്റത്തിൽ വെള്ളം കയറുന്നത് ഒഴിവാക്കാൻ ഔട്ടർ ബണ്ട് വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു കഴിഞ്ഞ 4 ദിവസമായി പ്രദേശവാസികളുടെ സമരം. പ്രശ്നത്തിന് പരിഹാരം കാണാനും സമരം അവസാനിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ വെള്ളിയാഴ്ച വൈകിട്ട് യോഗം ചേർന്നത്. താന്തോണിത്തുരുത്തിൽ ഒരു ആംബുലൻസ് പോകാവുന്ന വീതിയിൽ ബണ്ട് നിർമ്മിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. അതേസമയം കണ്ടൽക്കാടുകൾ ഉള്ളതിനാൽ നിർമ്മാണത്തിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ടൽക്കാടുള്ള സ്ഥലത്താണെങ്കിൽ ഞങ്ങൾക്ക് പരിഗണിക്കേണ്ട സന്തോഷമുള്ളൂ, നിങ്ങളും അംഗീകരിക്കുന്നതിലും തെറ്റില്ല. പക്ഷെ നിയമം സമ്മതിക്കുന്നില്ല. എന്നാൽ അവിടെ താമസിക്കുന്ന മനുഷ്യർക്ക് ഒരു അത്യാവശ്യം വന്നാൽ ആശുപത്രിയിലെങ്കിലും എത്താൻ കഴിയണം. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ആംബുലൻസിന് പോകാൻ കഴിയുന്ന വീതിയുള്ള ഒരു റോഡായി അത് മാറ്റേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം എന്നതാണ് ഇന്ന് കണ്ടിട്ടുള്ളത്. എന്നാൽ ഗവൺമെൻറ്റിന് അങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയില്ല. ഇത് ഈ KCZMA കേരള കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി ശുപാർശ ചെയ്യാനുള്ള അധികാരമുള്ളവർക്ക്. പത്തടിപ്പാലം ഗസ്റ്റ് ഹൗസിൽ നടന്ന യോഗത്തിൽ TJ വിനോദ് MLA, ജില്ലാ കളക്ടർ NSK ഉമേഷ്, കൊച്ചി മേയർ M അനിൽകുമാർ, ഗോശ്രീ ദ്വീപ് വികസന അതോറിറ്റി, തീരദേശ മേഖല മാനേജ്മെന്റ് അതോറിറ്റി പ്രതിനിധികൾ, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സമരസമിതി പ്രതിനിധികളും പങ്കെടുത്തു. പ്രശ്നത്തിൽ മന്ത്രിതലത്തിലുള്ള ഇടപെടൽ ആദ്യമാണെന്നും പ്രശ്നപരിഹാരത്തിന് മന്ത്രി ഉറപ്പു നൽകിയ സാഹചര്യത്തിൽ സമരം അവസാനിപ്പിക്കുകയാണെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ഇതുവരെ 12 വർഷമായിട്ട് നമുക്ക് മന്ത്രിതലത്തിലേക്ക് ഇടപെടൽ നടന്നിട്ടില്ല. അത് നമുക്കത് ഏറ്റവും അവസാനം ഇങ്ങനെ കിട്ടി. അവരത് ഈ CSMAയുടെ അപ്രൂവലിന് വേണ്ടി അയച്ചിട്ട് 2 ആഴ്ച സമയമാണ് ജിഡ പറഞ്ഞിരിക്കുന്നത്. ജിഡയ്ക്ക് അവർ ഈ CSMA കേന്ദ്ര ഗവൺമെൻറ് ഒരു അപ്രൂവലും കൂടിയുണ്ട്. ആ അപ്രൂവലും കൂടി കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിന് തീരുമാനമാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ മന്ത്രിയുടെ ഒരു വാക്കിനെ ഞങ്ങൾ ബഹുമാനിച്ച് പാലിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കുകയാണ്. ഔട്ടർ ബണ്ട് നിർമ്മാണത്തിനായി ഗോശ്രീ ദ്വീപ് വികസന അതോറിറ്റി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് തയ്യാറാക്കും. തുടർന്ന് തീരദേശ വികസന അതോറിറ്റി യോഗം ചേർന്ന് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിക്കായി റിപ്പോർട്ട് സമർപ്പിക്കും. കേന്ദ്രത്തിന്റെ അനുമതി ലഭ്യമായാൽ വൈകാതെ താന്തോണിത്തുരുത്ത് നിവാസികളുടെ ദുരിതത്തിന് പരിഹാരമാകും. കൈരളി ന്യൂസ്, കൊച്ചി.